ഇറങ്ങോ തോക്കായിരുന്നാ മതി. പൊടി കുരുവി നാളെ റിസൾട്ട് തന്നെ. ഞാൻ എന്തായാലും ഒരെണ്ണം പൊട്ടും. പേടിക്കണ്ടല്ലോ. അതെന്താ ബാംഗ്ലൂർ അഡ്മിഷൻ എടുത്ത് വെച്ചേക്കില്ലയോ? അതുകൊണ്ട് നീ എന്നാ അഡ്മിഷൻ എടുക്കുന്നത്? ഞാൻ അഡ്മിഷനൊക്കെ ഒരാഴ്ച മുമ്പ് എടുത്ത് മാനേജ്മെന്റ് ഹോട്ടലിൽ. എപ്പോഴാണോ നീ തിരികെ വരുന്നത്? ഓണത്തിന് കാണുമായിരിക്കും. അപ്പൊ നീ വേൾഡ് കപ്പിന് കാണത്തില്ലേ? കാറ്റ താന പറയാ പറയുമ്പോഴാ അവന്റെ ഓണം പറയാ. എന്നാ അവിടെ കളിക്കാം. ഉണ്ണി, ഞാൻ സിനിമയ്ക്ക് വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ 3 പേരും കൂടെ എന്തെങ്കിലും പൈസ ഇട്ടോ സിനിമ? 10:30 സാർ. 10:30 11 മണിക്കൊന്നുമല്ല, നേരത്തെ അറിയുമ്പോ. ആ ടിക്കറ്റിന്റെ സ്ക്രീൻഷോട്ടേ ഞാൻ എന്റെ ഫോണിൽ ഇട്ടേക്കുണ്ട്. ഇതിന് കൈ വെച്ചോ, എന്തെങ്കിലും ആവശ്യം വരും. ശരിയാ സാർ, കൂട്ടുകാരൻ. ജവാന ഓട്ടോ വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? ബെൽറ്റ് കൊലക്ക് മുപ്പി എല്ലാവരും തരാം ഞാൻ. റിസൾട്ടൊക്കെ ഇങ്ങനെ വരട്ടെ. ഞാൻ മാരണം വന്ന് എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു. ഇനി 10 മിനിറ്റേ ഉള്ളൂ. അത് കഴിഞ്ഞ പൊയ്ക്കോളൂ. അതല്ലടാ, 3 മണിയാകുമ്പോ റിസൾട്ട് വരത്തില്ലയോ? അതെനിക്കറിയാം. 2ാം വർഷ പരീക്ഷാ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്ന് ഫലം പ്രഖ്യാപിക്കുകയാണ്. ഞാൻ അമ്മമാരോട് റിസൾട്ട് നോക്കിത്തരാം. എന്താണോ ഇപ്പോഴാണോ നോക്കുന്ന റിസൾട്ട്? ഞാൻ ഇപ്പൊ നോക്കിട്ട് വരാം. എന്താടാ വല്ലതും വന്നോ? എടാ ട്രാഫിക്, ഭയങ്കര ട്രാഫിക്. വരും. എനിക്ക് പോയാ ബയോളജി. അല്ലല്ല, എനിക്ക് ഡബിൾ പാസ് ഉണ്ടായിരുന്നു. എനിക്ക് പോയാ കെമിസ്ട്രി. ഡബിൾ പാസിന് 7 മാർക്ക് മതിയായിരുന്നു. അവിടെ നീയൊക്കെ അങ്ങ് നിർത്ത്, ആദ്യം റിസൾട്ട് വരട്ടെ. എന്തായി അവിടെ കിട്ടുന്നില്ലല്ലോ. അവിടെ കിട്ടി. അത് നിന്റെ എനിക്ക് നോക്കാം. അടിക്ക് നിന്റെ അങ്ങ് നോക്കണ്ട, നീ അങ്ങ് നോക്ക്. അവിടെ കിട്ടിയാടാ, കിട്ടി. 1 2 3 Aയും 2 B+, 1 C+. ജയിച്ച്. ഇത് മതി എനിക്ക് വീട്ടിൽ കയറാൻ. ഞാൻ നോക്കുന്നേ. നിന്റെ നോക്ക്. ഉണ്ണിയാണോ? കിട്ടിയടാ, കിട്ടി. 5 A+. ബയോളജിക്കാ ഞാൻ പറഞ്ഞ. ഇത് വേറെ ഇവിടെ കിടന്നേ. കൺഗ്രാജുലേഷൻ. ഇനി എന്റെ നോക്ക്. അയ്യോ, 7 മാർക്കിനെങ്ങാനും പോവൂ. കിട്ടടാ. ഈ വാഴ എന്റെ അനിയത്തി 3 മാർക്ക് എഴുതി എടുക്കല്ലോടാ. 4 മാർക്കിന്റെ കാര്യമല്ലോ എഴുതി എടുക്കാൻ നമുക്ക്. ഞാൻ അങ്ങനെ വിളിച്ചു പറയട്ടെ, എന്റെ ഫോട്ടോ മാറ്റാൻ. എന്തിനാടാ 6ാം പ്രായത്തിന് ഇത്ര മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞു? നീ എന്തിനാ ഇത്ര ഷോ കാണിക്കുന്നേ? നീ ആ വിഷമത്തിൽ അവൻ വല്ലതും പോയി എന്തെങ്കിലും ചെയ്താ നീ എന്താ പറയും? നീ നിന്റെ അച്ഛന്റെ കോട്ടയടിച്ച് അവിടെ പോയി ഇറങ്ങി കിടക്കും. എന്തായാലും നിങ്ങൾ വിളി, ഞാൻ അച്ഛൻ്റെ റിസൾട്ട് പറയണ്ട. ശരിടാ, നീ അത് വിടും. ഞാൻ ജയിച്ചു. അപ്പൊ അവന്മാരും അവൻ ഒരാൾക്ക് ഒരെണ്ണത്തിന് പോയി, ബാക്കിയുള്ളവന്മാരെല്ലാം 5 A+ വരെ. അവന്മാരൊക്കെ എന്തിനാ? അവന്മാരൊക്കെ അവിടെ ഇരിപ്പുണ്ട്. നിങ്ങളോട് ഞാൻ എടുത്തോണ്ട് വരാം. അവന്മാർക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല.
പിടിച്ചമ്മ ഞാൻ വന്നാൽ ഉറങ്ങും കേട്ടോ. സമയം വാ പോവാം. അവൻ വന്നില്ലേ? അവനെങ്ങനെ വരും? നീ പിന്നെ അവനെ വിളിച്ച പോലും ഇല്ലല്ലോ. അവൻ അറ്റ്ലീസ്റ്റ് പാസ്സായെന്നെങ്കിലും നീ ചോദിച്ചത്. ഇവൻ പുതിയായിട്ട് ഇങ്ങോട്ട് വന്നതാ. അപ്പൊ അവനെ നോക്കണം കാര്യങ്ങളെല്ലാം ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ. ബാഗ് അവിടെ വെച്ചു. പിന്നെ നാട്ടുകളാ ഞാൻ പറ്റുന്നില്ല. വാർഡിനെ കുറിച്ച് പിടിയില്ലേ? ഒരു പെഗ് അടിക്കാൻ വെച്ചാൽ ഒന്ന് അടിച്ചു ഒന്നും അടിക്കാറില്ല. ഞങ്ങൾ ഇവിടെ വന്ന് ഇങ്ങനെ ആയതാ. ഒരു പെഗ് അടിച്ച് കൊച്ചു പെഗ് നീ അടിച്ചാൽ വേറെ കുഴപ്പമില്ല. നീ വരണം വെച്ചു നമുക്ക് അടിക്കാതാ. അവൻ കുടിക്കണ്ട. അതെ ടച്ചിങ്സ് ഒന്നും ഇല്ലയോടാ. അവിടെ ഞാൻ എടുക്കാൻ മറന്നു വേണം. നീ ഒരു പെഗ് അടിച്ചൂടെ? മതി 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 മതി. കോളേജിൽ പോണ്ടേ? കോളേജിൽ പോണ്ടേ? അവനെ വിളിക്കണ്ട. ഇറക്കുന്നുണ്ടല്ലോ. കോളേജിൽ പോയിട്ട് എന്തിട്ടാണോ ലൈറ്റ് കണ്ണിലോട്ട് പ്രകാശം ഓടിക്കുന്നതാ. ഓപ്പാകളാ എത്ര എന്ത് മച്ചാനെ നിങ്ങൾ ഇന്ന് തന്നെയാണോ? വാർഡാ വരി. ഫോട്ടോ എന്താ നീ ഇങ്ങോട്ടല്ലേ എഴുതി ഒന്നും ടച്ചില്ല. ഒന്നൊന്നുമില്ലടാ. പൈസ വേണ്ടായോടാ. നീ പൈസ അല്ല ഞാൻ തന്ന എങ്ങോട്ടാടാ പോന്നെ? ഇത് നമ്മൾ ഓരോ പരിപാടി കഴിക്കുമ്പോ പൈസ ഒന്നും കാണത്തില്ല. അറിയില്ല. ആ പാട്ട് പാട്ട് പിടിക്കപ്പെടാ. നമ്മൾ പിടിക്കപ്പെടും. വിട്ടു വിളിക്കും.
ഞാൻ നിന്നോട് അപ്പോഴും പറഞ്ഞ വേണ്ട വേണ്ട വേണ്ട. അവിടെ മറ്റേ നീയൊക്കെ എന്ത് ഇതൊക്കെ നമ്മള് കുറെ കണ്ടിട്ടുള്ളേ. ആ ഫോട്ടോ എന്തോ ചെയ്യാനത് വീട്ടിൽ വിളിക്കോളാം. ഞങ്ങൾക്ക് ഒരു സീനും വരത്തില്ല, നീ പേടിക്കാതെ. നീക്ക് വീണ്ടും പരിപാടി കൊണ്ടു വന്നോ? നീ ഇപ്പൊ വന്നല്ലോ നിന്റെ വീട്ടിലെ നമ്പർ തരടാ. ഞാൻ ചെയ്തില്ല. നമ്പർ പക്ഷെ നിന്നെ നല്ല പയ്യനായിട്ടാ വിചാരിച്ചു. നമ്പർ പറയലിപ്പോ നിന്റെ വീട്ടിൽ വരും. നമ്പർ പറടാ. ഞാൻ ചെയ്തില്ല. നിന്റെ വീട്ടിലെ നമ്പർ പറയണം. നിന്റെ വീട്ടിലെ എന്തുവാ നീയൊക്കെ നിന്റെ കാര്യം നോക്കിയാ നീ ഉള്ള ചെറുക്കനൊക്കെ പഠിപ്പിക്കില്ല കേട്ടല്ലോ. അവനാ ഞങ്ങൾക്ക് നമ്പർ ഞങ്ങൾക്ക് നിന്റെ നമ്പർ പറയില്ലേ? നമ്പർ എടാ നീ കൂടുതൽ സംസാരിക്കണ്ട. നിന്നെയൊക്കെ നല്ല പയ്യനാന്ന് വിചാരിച്ചേ. നീ ഇമാരെയൊക്കെ കൂടെ നമ്പർ പറ. എന്റെ വീട്ടിലെ നമ്പർ പറ. എനിക്കറിയാം നമ്പർ പറയണം. നീയൊക്കെ മിണ്ടാ അങ്ങോട്ട് മാറില്ല. എന്തുവാ നീ ഏതാ അങ്ങോട്ട് നിങ്ങളങ്ങോട്ട് മാറിക്കടാ. മാറിക്ക രണ്ടുപേരും മാറിക്ക. വീട്ടിലെ നമ്പർ ഒഴിച്ചു തന്നെ. നീക്ക് മിണ്ടായിരുന്നാ നിന്റെ കാര്യം കടലോ. നമ്മള് കൊടുത്തോ വാർഡിനെ അമ്മ കണ്ടിട്ടിരിക്കുക. ഹലോ ഉണ്ണിയുടെ വീടല്ലേ? ഉണ്ണി ഇവിടെ നാളെ അത്യാവശ്യമായിട്ടും ഇവിടെ ഹോസ്റ്റലിൽ വരെന്ന് പറഞ്ഞു. ഇവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത്യാവശ്യമായിട്ടും കുറച്ച് കാര്യങ്ങളുണ്ട്. വലിയ കാര്യമില്ല. നിന്നോടൊക്കെ അവിടെ മാറിയിരിക്കാനോട് പറഞ്ഞേ. അങ്ങോട്ട് മാറിയതാ. അങ്ങോട്ട് മാറിയതാ. നിനക്ക് ഇനി ഇവിടെ പഠിക്കണമെന്നുണ്ടെങ്കിൽ അവന്മാരോടുള്ള കൂട്ടിട്ട് നിർത്തിക്കണം. എന്റെ വീട്ടിൽ നാളെ വരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടല്ലോ. നാളെ അത്യാവശ്യമായിട്ട് ഇവിടെ എത്തണം കേട്ടോ. അത്യാവശ്യ കാര്യമുണ്ട്. ആ ഓക്കെ ശരി. ഇരുവരും എന്തോടാ മക്കളെ, നിന്നെ നീ എന്നല്ലോ ഉദ്ദേശിച്ചത്. നീ ഈ നാട്ടിൽ പോയപ്പോഴത്തേ നിന്റെ സ്വഭാവം എല്ലാം അങ്ങ് മാറിയല്ലോ. നീ കഞ്ചാവൊക്കെയാണെന്നാണല്ലോ കേട്ടെ. നീ എന്റെ മോനുമായിട്ടുള്ള കൂട്ടൊന്നും വേണ്ട. നീ കഞ്ചാവൊക്കെയാണെന്നാണല്ലോ കേട്ടെ. നീ ഈ നാട്ടിൽ പോയപ്പോഴത്തേ നിന്റെ സ്വഭാവം എല്ലാം അങ്ങ് മാറിയല്ലോ. നീ എന്റെ മോനുമായിട്ടുള്ള കൂട്ടൊന്നും വേണ്ട. ഞാൻ പോവാ. ഉണ്ണിയുടെ വീട് വരെ പോയിട്ട് വരാം. പോയിന്റടാ പൊന്നുമോനെ. നിന്നെപ്പറ്റി നാട്ടുകാർ പറയുന്നത് എനിക്ക് കേൾക്കാൻ വയ്യ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും സമ്മതിക്കത്തില്ല. എന്റെ തകർച്ചയിലും എന്റെ ഉയർച്ചയിലും ഒക്കെ കൂടെ എന്നവൻ അവനാ. അവൻ ഇങ്ങനെ കാര്യത്തിൽ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. പിന്നെ ആര് സപ്പോർട്ട് ചെയ്യാനാ? എനിക്ക് സപ്പോർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. ആര് പറയുന്നത് എനിക്ക് നോക്കേണ്ട കാര്യമില്ല. നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ സമ്മതിക്കത്തില്ല. എന്ത് അമ്മയെ കാണിക്കുന്നേ? അവനെന്തേലും പറ്റിയ നിങ്ങളെ അവനെ പറയോ? ആ ഉണ്ണി എന്തി അപ്പുറത്തെ കടയിൽ പോകണം. എന്നെ ഇപ്പൊ വിളിച്ചു തരാം. ഞാൻ നോക്കിട്ട് വരട്ടെ. ചാടറാ, നീ ചാട്. നീ എന്താടാ ഇവിടെ? ഞാൻ ഇതല്ലാതെ പിന്നെ എന്തോ ചെയ്യണം? കുറെ നാളെ നിന്റെ കൂടെ ഇന്ന് ഞങ്ങളെ ഓർത്തോളാം. എന്റെ വീട്ടുകാരെ പറ്റി ആലോചിച്ചോ? നാട്ടുകാരെല്ലാം ഞാൻ കഞ്ചാവാന്ന് പറയുമ്പോ എന്റെ വീട്ടുകാർക്ക് അത് സഹിക്കാൻ പറ്റുമോ? ഇപ്പൊ ചാടി ചത്ത എന്റെ വീട്ടുകാർ സന്തോഷിക്കുവോ? ഞാൻ എന്ത് ചെയ്യോടാ? എനിക്ക് പറ്റുന്നില്ല ഇത്. ഉണ്ണി
ലഹരി ഉപയോഗിക്കുന്നവരെ നാം വെറുക്കണ്ട. ലഹരി ജീവിതമാക്കുന്ന സമൂഹത്തെയാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. ലഹരിയാൽ നശിപ്പിക്കപ്പെടുകയും സമൂഹത്താൽ ഒറ്റപ്പെടുകയും ചെയ്യുന്ന നിരവധി ജീവിതങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരെ ചേർത്ത് നിർത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്.